ചരിത്രമേനിലൂടെയിൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലരും ഉണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡോ ഇല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് എപ്പിസോഡ്, ഇപ്പോൾ ഡെന്നിസ് ജോസഫ് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, പലരും വന്നു പോയിട്ടുണ്ട്. ശിബിച്ചേട്ടൻ വന്നു പോയിട്ടുണ്ട്, ജോൺ പോൾ വന്നു പോയിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ സന്തോഷ് ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ത്രൂ എപ്പിസോഡ്സും നന്നായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് ഉദാഹരണങ്ങൾ പറയും. ഇതിനകത്തെ പ്രശ്നം എന്താ അറിയോ, എല്ലാ ആളുകൾക്കും കഥയുണ്ട്, ചിലർക്കേ അത് പറയാനറിയൂ. അതായത് ഒരു സിനിമ പോലെ പറയാൻ അറിയണമെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഡെന്നിസ് ജോസഫിന് അത് പറ്റിയത്. ഡെന്നിസ് ജോസഫ് ഒരു തിരക്കഥാകൃത്തായതുകൊണ്ട് തന്നെ ഏത് സെൻറ്റൻസിൽ പറഞ്ഞു തുടങ്ങിയ മനുഷ്യർ കേട്ടിരിക്കുന്ന അങ്ങേർക്ക് അറിയാം. ചിലർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, അവർക്ക് വലിയ കഥകളുള്ളിലുണ്ട്, പക്ഷേ ഇത് എങ്ങനെ പറയണമെന്നറിയത്തില്ല. അവിടെയൊക്കെയാണ് ഒത്തിരി സമയം പോകുന്നത്. ഈ ചരിത്രമെന്നിലൂടെ അടുത്ത് പോലും എനിക്കറിയാം, അത് പറയുന്നതിൽ എനിക്ക് വളരെ നാണക്കേടുണ്ട്. ഈ ചരിത്രമെന്നിലൂടെയുടെ ഇതുവരെ പോയിട്ടുള്ള 14,000 എപ്പിസോഡുകളിൽ ഏതാണ്ട് 99.9% എപ്പിസോഡിൻ്റെയും ക്യാമറയ്ക്ക് പുറകെ ഞാനായിരുന്നു. അത്രയും അധ്വാനിച്ചു. എക്സാക്ട്ലി. ഓ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഒരു സ്റ്റേജിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ട്, രാഷ്ട്രപതിയുടെ അടുത്തുനിന്ന് അവാർഡ് കിട്ടിയിട്ട് സ്റ്റേജിൽ കയറാനുള്ള ഭയം കൊണ്ട്, ക്യാമറ അഭിമുഖീകരിക്കാനുള്ള ഭയം കൊണ്ട് പോയി അവാർഡ് വാങ്ങാതിരുന്ന ആളാണ് ഡെന്നിസ് ജോസഫ്. ആ ഡെന്നിസ് ജോസഫിനെ ക്യാമറയുടെ മുമ്പിൽ ഇരുത്തി 65 എപ്പിസോഡിൽ കഥ പറയിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു ജൂനിയർ പ്രൊഡ്യൂസർ പോയിരുന്ന അയാൾ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 10 മിനിറ്റ് പറഞ്ഞിട്ട് പറയും ഇന്നത് മതി, 1 മണിക്കൂർ ഇരുന്നിട്ട് പറയാം നമുക്ക് നിർത്താം. ഇവിടെ ഇരുന്ന് അതല്ല മറ്റേ കഥ പറ, അത് നമുക്ക് വരട്ടെ. അതിന് അവർക്ക് പറഞ്ഞാൽ അനുസരിക്കണമെന്ന് തോന്നുന്ന ഒരാൾ ക്യാമറയുടെ ഇപ്പുറം ഇരിക്കണം. അത് നിങ്ങൾ അഭിമുഖം നടത്തുന്ന നിങ്ങൾക്ക് അറിയാം. മനസ്സിലായില്ലേ? ഒരാളെ കൊണ്ട് 60 എപ്പിസോഡിൽ പറയിക്കണമെങ്കിൽ ആരെങ്കിലും മുമ്പിൽ പോയി ഇരുന്ന് പറഞ്ഞാലൊന്നും അവർ കേട്ടു തരില്ല. പലരും നമ്മുടെ IAS ചീഫ് സെക്രട്ടറിമാർ മുതൽ DGPമാർ വരെ ചരിത്രമെന്നിലൂടെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വയലാർ രവിയെ പോലൊരാൾ 15 എപ്പിസോഡിൽ 20 എപ്പിസോഡിൽ കഥ പറയണമെങ്കിൽ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരായിരിക്കുന്ന ആളുകളാണ്. അവിടെ നമ്മളിരുന്ന് ചില തന്ത്രപരമായിട്ട് അവരുടെ മനഃശാസ്ത്രപരമായിട്ട് അവരെ സമീപിച്ച് പ്രഷർ ചെയ്ത് ആ ടാക്ടിക്സ് ഒക്കെ എടുത്താണ് ഇത്രയും കഥ പറയിപ്പിക്കുന്നത്. അല്ല, അത്ര എളുപ്പമല്ല. ഒരാളുടെ ഇൻ്റർവ്യൂ നടത്താൻ ഒരാളുടെ ഒരു സമയം കിട്ടാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പലപ്പോഴും ഇത് സമയം എത്രയോ ദിവസം മുമ്പ്, എത്രയോ മാസം മുമ്പ് ചോദിച്ചതാ. എത്രയോ ആളുകൾ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത്, അവിടെ പോലും നമ്മൾ പോലും നമുക്ക് ഈ പണിയൊക്കെ അറിയാം, ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്ന ഒരാളായിട്ട് പോലും നമുക്ക് ഇത്ര ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പലരുടെയും നമുക്ക് കിട്ടാൻ എത്ര സമയം. പല പ്രേക്ഷകരും നമ്മുടെ ചോദിക്കും, ഇന്നയാളെ കൊണ്ടുവന്നുകൂടെ, ഇന്നയാളെ കൊണ്ടുവന്നുകൂടെ, സത്യനന്ദിക്കാടിനെ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട്. സഫാരി തുടങ്ങിയെന്ന പോലെ സത്യനന്ദിക്കാട് നാളെ വരാം, മറ്റന്നാൾ വരാമെന്ന് എൻ്റെ അടുത്ത് പറയുന്ന ആളാ. അതേ പറഞ്ഞു, അടുത്ത മാസം നമ്മൾ ചെയ്തിരിക്കും. ഇതിപ്പോൾ 12 കൊല്ലമായി സഫാരി തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരുന്നത്. അത് അത്രയും ബുദ്ധിമുട്ടാണ് ഒരാളെ കിട്ടാൻ. അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട്. പിന്നെ ഇത് ഇത്രയും എപ്പിസോഡുകൾ കഥ പറയണമെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യണം ഇരുന്നിട്ട്. ഇത് മുഴുവൻ ഇത്രയും ജീവിതകഥ മുഴുവൻ ഓരോരുത്തർ പുസ്തകം എഴുതുന്ന പോലെ എഴുതിയിട്ട് വേണം വന്നിരുന്ന് പറയാൻ. അല്ല, ചുമ്മാ അങ്ങ് പറയാൻ പറ്റില്ല. പേര് മാറിപ്പോകാം, സംഭവങ്ങൾ മാറിപ്പോകാം, ചിലർക്ക് ഒഫൻഡഡ് ആവാം ചിലർ ഇത് കേട്ടിട്ട്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇതിനകത്ത് വരും. അപ്പം ഇതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കാരണമുണ്ട്. നമ്മളൊരു കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ. അപ്പം നമ്മൾ ഏറ്റവും മിനിമം വേണ്ടതേത്, വേണ്ടാത്തതേത്, നമ്മൾ മാറി നിൽക്കേണ്ടതേത്, ഇടപെടരുതാത്തതേത്, പണിയെടുക്കേണ്ടത് എടുക്കാത്തത് ഏതെന്നൊക്കെ ഇത്രയും കൊല്ലം പരിശീലിച്ച പണിയെടുത്ത് എനിക്കറിയുന്ന അത്രയും ഒരു കാഴ്ചക്കാരനുണ്ടാവില്ലല്ലോ. എൻ്റെ വീഡിയോ മാത്രം കണ്ട ഒരാൾക്കുള്ളതിനേക്കാൾ അനുഭവം എനിക്കുണ്ടല്ലോ ഈ സ്ഥാപനത്തിൽ. തീർച്ചയായിട്ടും. അടുത്ത യാത്ര എങ്ങോട്ടേക്കാണ്? അടുത്ത പരിപാടികൾ ഏത് ദിവസമാണ് ചാർട്ട് ചെയ്തേക്കുന്നത്? തൊട്ടടുത്ത യാത്ര ഇന്ത്യക്കകത്താണ്. എവിടത്തേക്കാണ് പോകും? തമിഴ്നാടോ ആന്ധ്രാപ്രദേശൊക്കെ ആയിരിക്കും. അല്ല, പർട്ടിക്കുലർ ഉദ്ദേശം ഉണ്ടാവുമല്ലോ? ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് കുറേ ഒരു വിദേശ രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കകത്ത് കുറച്ച് യാത്ര ചെയ്യും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്കകത്തെ യാത്ര എനിക്കിഷ്ടമാണ് ഭയങ്കര. മുമ്പേ പറഞ്ഞാലും ഞാൻ റിലാക്സ് ചെയ്യുന്ന യാത്ര ഇന്ത്യക്കകത്തെ യാത്രയാണ്. എൻ്റെ കാര്യം വെച്ചാൽ ഇത് നമ്മുടെ നാടാണല്ലോ. എങ്ങനെ പോയാലും നമുക്ക് 4 കാലേ പോയി നിന്ന് എവിടെ നിന്ന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, സ്റ്റോറീസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല, ചരിത്രം തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല, ചോദിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇന്ത്യൻ കറൻസി കൊടുത്താൽ മതി, വലിയധികം ബുക്കിംഗ് ഒന്നും വേണ്ട. എവിടെ ചെന്നാലും നമുക്കൊരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. UK ചെന്നാൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്നാൽ അങ്ങനെയല്ല. നമുക്കൊരു പ്ലാനിങ് വേണം പലപ്പോഴും, അല്ലെങ്കിൽ വർത്തായിട്ടുള്ള കണ്ടന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല നല്ലത്. അപ്പോൾ അത് ഇന്ത്യയാണ്. അത് കഴിഞ്ഞ് ഞാൻ യൂറോപ്പിലേക്ക് കുറച്ച് യാത്രകൾക്കും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഈ വ്ളോഗേഴ്സ് എങ്ങനെയാണ് സ്വാധീനിച്ചത്? പുതിയ വ്ളോഗേഴ്സ് അവരെന്തെങ്കിലും വെല്ലുവിളിയാണോ? ഇത് രണ്ടും 2 മേഖലയല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ലക്ഷ്യമിട്ടത് ഒരു വ്ളോഗറാകാനല്ലല്ലോ. പക്ഷേ യൂട്യൂബ് വന്നതിന് ശേഷമുള്ള മാറ്റത്തെക്കുറിച്ച് അതെ പറയാം. യൂട്യൂബ് വന്നതിന് ശേഷവും എൻ്റെ വ്യൂവർഷിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ സഞ്ചാരിയുടെ ഏർക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ ആളുകൾ സ്ഥിരമായി കാണുന്ന ഇതാണ്.
അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചിലപ്പോൾ 15-20 ലക്ഷം കണ്ടേക്കാം, ഏറ്റവും കുറച്ചാൽ അത് 1.5 ലക്ഷമായിട്ടും കുറഞ്ഞേക്കാം. പക്ഷേ ആ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കും. സഫാരിയുടെ എല്ലാ പരിപാടികൾക്കും ആ ഒരു വ്യൂവർഷിപ്പ് പാറ്റേൺ ഉണ്ട്. അതിനകത്ത് കുറവ് വരാതെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം യൂട്യൂബിൽ. അപ്പോൾ ഒരു 3 ലക്ഷം വ്യൂസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് ഇനഫ്. അതാ ഇപ്പോൾ ബ്ലോഗർമാരുടേതും 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് അതിനകത്തെ ഒരു ശരാശരി വ്യൂവർഷിപ്പ് ഈ പറഞ്ഞ ട്രാവൽ വ്ലോഗുകളിൽ വരുന്നത്. 1 ലക്ഷം അല്ലെ 1.5 ലക്ഷം അല്ലെ ചിലപ്പോൾ 2 ലക്ഷം ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കമ്മ്യൂണിറ്റി ദേ ആർ ഹാപ്പി വിത്ത് മൈ കണ്ടന്റ്. അത് വ്ളോഗല്ല, ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ച് 10 കൊല്ലം കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് കൈമാറാവുന്ന ഒരു നോളജിൻ്റെ ശേഖരമാണ്. അതുകൊണ്ടാണല്ലോ 3 രാജ്യങ്ങളുടെ ഒരു സെറ്റ് 4500 രൂപയ്ക്ക് ഇപ്പോഴും വിൽക്കുന്നത്. അത് കാശ് കൊടുത്ത് വാങ്ങാൻ ആളുള്ളത് അതുകൊണ്ടല്ലേ. ഞാൻ വ്ളോഗ് ഇറക്കിയാൽ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുമോ? അത് ഇല്ല. യൂട്യൂബിൻ്റെ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട്? യൂട്യൂബ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു വലിയ ലോകമാണ്. അത് ഗൂഗിളും യൂട്യൂബും ഒക്കെ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഡേറ്റാബേസ് ആയിട്ട് ഈ യൂട്യൂബ് മാറിക്കൊണ്ടിരിക്കുക. വമ്പൻ ഡേറ്റാബേസ്. അപ്പോൾ ഈ വമ്പൻ ഡേറ്റാബേസിൽ ഒരു മനുഷ്യന് ആഗ്രഹമുള്ള പോലെ തന്നെ ഒരു കണ്ടൻറ്റിനെ, ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഒരു വ്ളോഗറോ എന്നെപ്പോലെ ഒരാളോ ഇല്ലാതെ തന്നെ യൂട്യൂബ് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കി തരും. കാരണം അവൻ്റെ ലൈബ്രറിയിൽ ഇതെല്ലാം കിടക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ലണ്ടനിലെ ടവർ ബ്രിഡ്ജ്, അതിനെക്കുറിച്ച് ഒരു 30 മിനിറ്റുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാക്കി തരൂ എന്ന് നിങ്ങളൊരു കമാൻഡ് അടിച്ചിട്ടാൽ മതി യൂട്യൂബിൽ. അവൻ പലരുടെ വീഡിയോയ്ക്കകത്തുനിന്ന് സാധനങ്ങൾ എടുത്തിട്ട് അവൻ നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി 30 മിനിറ്റിൽ ഉണ്ടാക്കി തരും. ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യും വിവരങ്ങൾ ശരിയാണോ. അതിനൊക്കെ സംവിധാനം അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനു വേണ്ടി കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. മോണിറ്റൈസ് ചെയ്ത പാർട്ടികൾ ഒക്കെ ഒരു എഗ്രിമെൻ്റ് കൂടെ വെക്കേണ്ടി വരും. യൂട്യൂബിന് എൻ്റെ കണ്ടന്റ് ഉപയോഗിച്ച് മറ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന്. അതുകൂടെ നാളെ വരും. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കൊടുത്ത മില്യൺസ് ഓഫ്, ഇവർ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും സ്റ്റോറേജിൽ എന്തിനാണ് ഈ വീഡിയോ എല്ലാം സ്റ്റോർ ചെയ്തിട്ടേക്കുന്നത്? ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി തരുമെന്ന് നിങ്ങളൊരു കമാൻഡ് അടിച്ചാൽ മതിയാവും. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട സമയം വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ ഒരു പത്രസ്ഥാപനമാവട്ടെ ഒരു വ്യക്തിയാവട്ടെ, ആരും യൂട്യൂബിൽ അടിക്കുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് 30 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി തരും. അപ്പോൾ അവിടെ രജനീഷിൻ്റെ ഈ അഭിമുഖത്തിനകത്തുനിന്ന് ചില സാധനങ്ങൾ എടുക്കും, വേറെ ഇതിനു മുമ്പ് വന്നതിനെടുക്കും, എൻ്റെ സഞ്ചാരത്തിൽ നിന്ന് എടുക്കും, എൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് എടുക്കും. ഇതെല്ലാം കൂടി എടുത്തിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റിയിലും വിഷയത്തിലും അധിഷ്ഠിതമായ ഒരു 30 മിനിറ്റ് ഡോക്യുമെൻ്ററി സന്തോഷ് ജോർജിനെ കുറിച്ച് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് തരും. ഇതാണ് അടുത്തത് വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരും. അതെ, വീണ്ടും വളരട്ടെ. അപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ യാത്രകളും ഇങ്ങനെ വളർന്ന് പന്തലിക്കട്ടെ. പക്ഷേ ഞാൻ ഈ 50 പ്രാവശ്യം ഭൂമി ചുറ്റി വന്ന ആളുടെ എവിടെയോ നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്തൊരു യാത്രയിൽ രജനീഷിനും കൂടെ എൻ്റെ കൂടെ പോരെ, നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഒരു വാർത്താനം കൂടെ തന്നു കേട്ടോ. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു കണ്ടേ കാക്കനാട് നമ്മുടെ എറണാകുളത്തെ ഓഫീസിൽ. അവിടുന്ന് അന്ന് രജനീഷ് അതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ടാണ്, മീൻസ് യൂട്യൂബിൽ എനിക്ക് തോന്നുന്ന അഭിമുഖങ്ങളൊക്കെ തുടങ്ങിയിട്ട് അധികകാലം ആകാത്തൊരു സമയത്ത് മറ്റാണ് വന്നത്. അവിടുന്ന് ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു വർക്ക് നടത്തി. വളരെ ഇംപ്രസീവായ ശൈലിയിൽ അഭിമുഖകാരിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറി. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാനൊക്കെ. ഇന്നിവിടെ വന്നില്ലെങ്കിൽ ഇതെന്തായി പോകുന്നു. അപ്പം നിങ്ങൾ കുറച്ച് യാത്രയും കൂടെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതെ, നിങ്ങളൊരു സംഭവമാവും. താങ്ക് യു. അപ്പം ഞാൻ എന്തായാലും കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കും. യാത്ര ഒത്തിരി മാറ്റം വരുത്തുവാണ്. അതെ അതെ അതെ.